ഗൗതമിൽ നിന്ന് ആരംഭിക്കുകയാണ്. അതിനൊരു കാരണമുണ്ട്. 2008 മലേഗാവ് സ്ഫോടന കേസ്. നീണ്ട 9 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം, അതായത് വിചാരണ കൂടാതെ വിചാരണയ്ക്ക് മുമ്പ് 9 വർഷം ജയിൽവാസം അനുഷ്ഠിച്ചതിന് ശേഷം ജാമ്യത്തിൽ പുറത്തിറങ്ങിയ സാധ്വി പ്രജ്ഞാ സിംഗ് ഠാക്കൂറിനെ നേരിൽ പോയി കണ്ട് അവരുടെ അഭിമുഖം എടുത്ത ഒരേയൊരു മലയാളി മാധ്യമ പ്രവർത്തകൻ ഗൗതം ആനന്ദനാരായണൻ. അതുകൊണ്ട് തന്നെ ഗൗതമിന് കാര്യങ്ങൾ അറിയാം. അന്ന് കസ്റ്റഡിയിൽ അവരനുഭവിച്ച, അവർ കടന്നുപോയ ആ ദുരവസ്ഥ ഗൗതമിനോട് തുറന്ന് പറഞ്ഞിരുന്നു. ഗൗതം, ഈ ഒരു പശ്ചാത്തലത്തിൽ അത് പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി അറിയിക്കുന്നത് നന്നായിരിക്കുമെന്ന് കരുതുന്നു. ഗൗതം. അല്ലമ്പ്യാർ, ഇന്നിപ്പോൾ ഈ 17 വർഷത്തിന് ശേഷം മലേഗാവ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട കേസിൻ്റെ വിധി വരികയും ഈ 7 പ്രതികളായിരുന്നവരെ, സാധ്വി പ്രഗ്യാ സിംഗ് ഠാക്കൂർ ഉൾപ്പെടെയുള്ളവരെ ഇന്നിപ്പോൾ കോടതി കുറ്റവിമുക്തമാക്കിയിരിക്കുകയാണ്. പക്ഷേ ഈ 17 വർഷക്കാലം നമ്മുടെ രാജ്യത്ത് നടന്ന ചർച്ച കാവി ഭീകരത ഉണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് വളരെ സജീവമായി നടന്നിരുന്നത്. പക്ഷേ അതിൽ ഒരിക്കൽ പോലും ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു പ്രധാനപ്പെട്ട വിഷയം, നേരത്തെ അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സാധ്വി പ്രഗ്യാ സിംഗ് ഠാക്കൂർ നേരിട്ട കൊടിയ പീഡനമാണ്. നമ്മുടെ നാട്ടിലൊക്കെ മനുഷ്യാവകാശത്തെപ്പറ്റി സംസാരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ പൗരധർമ്മത്തെപ്പറ്റി വാചാലമാകുന്ന ആളുകൾ, അബ്ദുൽ നാസർ മദനിയെ പോലെയുള്ള കൊടും ഭീകരന് വേണ്ടി കേരളത്തിൻ്റെ നിയമസഭയിൽ 140 MLA പ്രമേയം പാസ്സാക്കിയതുൾപ്പെടെയുള്ള വിഷയങ്ങൾ നമുക്കറിയാം. അപ്പോൾ അത്തരം മനുഷ്യാവകാശ വിഷയങ്ങളിൽ നിരന്തരമായി ഇടപെടുന്നു എന്ന് പറയുന്ന ഒരു ബുദ്ധിജീവിയെപ്പോലും ഈ ഒരു യുവ സന്യാസിനി ഭാരതത്തിലെ ഒരു ജയിലിൽ കൊടിയമായ പീഡനം 9 വർഷക്കാലം നേരിട്ട ഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. മലേഗാവ് സ്ഫോടനമാണെങ്കിലും സംജോത എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലാണെങ്കിലും ചർച്ച എവിടേക്ക് കേന്ദ്രീകരിച്ചു എന്നുള്ളതാണ് വിഷയം. ചർച്ച കേന്ദ്രീകരിച്ചത് കാവ്യ ഭീകരത എന്നൊന്നുണ്ടോ? കാരണം അതിനു മുൻപ് കേട്ടിട്ടില്ലാത്ത ഒരു പദപ്രയോഗം, ഹിന്ദുത്വ ഭീകരതയെന്നും കാവ്യ ഭീകരതയെന്നും നമ്മൾ കേട്ടിട്ടില്ലാത്തതാണ്. ആ വിഷയം ഉണ്ടോ എന്നതിലേക്ക് മാത്രം ഇത് കേന്ദ്രീകരിക്കുന്ന ഘട്ടത്തിലാണ് ഒരു യുവ സന്യാസിനി അതിക്രൂരമായ പീഡനം നമ്മുടെ നാട്ടിൽ നേരിട്ടു. അത് ചർച്ച ചെയ്യപ്പെട്ടില്ല. അതും ഒരു ഹിന്ദു ഭൂരിപക്ഷമായ ദേശത്ത് അത് ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നത് ഇനിയെങ്കിലും നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണ്. ഞാൻ പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെ കാണുന്നത് 2018 ഒക്ടോബർ മാസത്തിലാണ്. 2017 അവർ ജാമ്യത്തിൽ ഇറങ്ങുന്നത്. അപ്പം ആ കടന്നുപോയ 9 വർഷത്തെപ്പറ്റി ജനം ടി വിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ഈ സന്യാസി പറയുന്നുണ്ടായിരുന്നു. അവരുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാം. അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിലൂടെയാണ് പ്രഗ്യാ സിംഗ് ഠാക്കൂർ സജീവമായി പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുന്നത്. അതിനുശേഷം സന്യാസ ദീക്ഷ സ്വീകരിച്ച് പിന്നീട് ഈ സനാതനധർമ്മത്തിൻ്റെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഈ കൺവേർഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തടയുന്നതിലും ലവ് ജിഹാദ് പോലുള്ള വിഷയങ്ങൾ തടയുന്നതിലുമൊക്കെ ഈ പ്രഗ്യാ സിംഗ് ഠാക്കൂറിന് വളരെ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട്. അതിനാൽ തന്നെ ഇവരെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ കീഴ്പ്പെടുത്താനുള്ളൊരു ശ്രമം ആ കാലത്ത് ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ ഒരു കേസിൽ പ്രതിയേർക്കപ്പെട്ട് ജയിലിലേക്ക് പോകുന്ന പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെ നമ്മൾ കാണണം. ഇപ്പോഴും പഴയ ചിത്രങ്ങൾ നമുക്ക് കാണാം. വളരെ ആരോഗ്യവതിയായി, ഇന്നിപ്പോൾ 55 വയസ്സുണ്ട് പ്രഗ്യാ സിംഗ് ഠാക്കൂറിന്. അന്ന് വളരെ യങ്ങാണ്. അതിനാൽ തന്നെ വളരെ ആരോഗ്യവതിയായി ജയിലിലേക്ക് പോകുന്ന ഈ പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെ പിന്നീട് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? പിന്നീട് വീൽ ചെയറിലാണ് കാണുന്നത്. അതായത് അതിക്രൂരമായ പീഡനം ഈ ജയിലിൽ നേരിട്ടു എന്നത് അവരുടെ നമുക്ക് കാണുന്ന ഘട്ടത്തിൽ തന്നെ, നേരിട്ട് ആ സന്യാസിനിയെ കാണുന്ന ഘട്ടത്തിൽ തന്നെ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും അവർക്ക് എത്രത്തോളം മാറ്റമുണ്ടായിരിക്കുന്നു, അവർക്ക് എത്രത്തോളം കൊടിയ പീഡനമാണ് നേരിട്ടിട്ടുള്ളത് എന്ന് പറയാതെ തന്നെ നമുക്ക് വ്യക്തമാകുന്നതാണ്. അപ്പോൾ ഈ പ്രഗ്യാ സിംഗ് ഠാക്കൂർ തന്നെ പറഞ്ഞൊരു കാര്യം, തല കിഴുക്കനാമ്പാട് കെട്ടിയിട്ട് മർദ്ദിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. അതുപോലെ തന്നെ വിവസ്ത്രയായി തന്നെ പീഡിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു സന്യാസിയാണ് എന്ന് കൃത്യമായി അറിയാമായിരുന്നിട്ടും ജയിൽ അധികൃതരും അന്നത്തെ മഹാരാഷ്ട്ര ATS ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് സ്ഥിരമായി ഈ മാംസാഹാരങ്ങൾ നൽകിയിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് പുറത്തേക്കിറങ്ങി ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ ഈ പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെ ചികിത്സിച്ചതൊരു മലയാളിയായ ഡോക്ടർ കൂടിയാണ്, ഒരു ആയുർവേദ ഡോക്ടർ, ഭോപ്പാലിലാണുള്ളത്. അവരുമായി നമ്മൾ സംസാരിക്കുന്ന ഘട്ടത്തിൽ ഈ ജയിലിനകത്ത് ഇവർ അനുഭവിച്ച ശാരീരികമായും മാനസികമായിട്ടുള്ള പീഡനത്തെപ്പറ്റി ആ മലയാളി ഡോക്ടർ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. അതുകൂടാതെ സാധ്വി പ്രഗ്യാ സിംഗ് ഠാക്കൂർ തന്നെ നമ്മളോട് നേരിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വളരെ പ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ട ഒരു വിഷയം എന്നത് ഈ 17 വർഷക്കാലം, 2008 ഈ സ്ഫോടനം നടന്ന് പിന്നീട് 17 വർഷത്തിന് ശേഷം നമ്മുടെ രാജ്യത്തെ കോടതി
ഈ പ്രഗ്യാ സിംഗ് ഠാക്കൂർ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തമാക്കുന്ന ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഈ സന്യാസിക്ക് നേരെ ഇത്ര കൊടിയ പീഡനം ഉണ്ടായിട്ടും അത് നമ്മുടെ നാട്ടിൽ ഒരു തരത്തിലും വാർത്താ പ്രാധാന്യം നേടിയില്ല, അത് ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നൊരു വിഷയമാണ് ഈ ഘട്ടത്തിൽ വളരെ ഗൗരവത്തോടെ നമ്മൾ നോക്കിക്കാണേണ്ടത്. ഗൗതം, അതാണ് ഇപ്പം പ്രത്യേകിച്ച് അത് ഒരു പ്രത്യേക സവിശേഷതയുണ്ട്. കാരണം 2 മലയാളി കന്യാസ്ത്രീകൾക്കെതിരെ ഛത്തീസ്ഗഡിൽ കേസെടുത്തപ്പോൾ എന്ത് കോലാഹലമാണല്ലേ നടക്കുന്നത്. നോക്കൂ, താങ്കൾ പറഞ്ഞതുപോലെ ഒരു യുവ സന്യാസിനിയെ കസ്റ്റഡിയിൽ ഇത്രയും ക്രൂരമായി പീഡിപ്പിച്ച സമയത്ത് അത് വാർത്തയായില്ല. താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഈ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി ഘോരഘോരം ബാധിക്കുന്നവരൊന്നും അന്ന് രംഗത്ത് വന്നിരുന്നില്ല. ഗൗതം, ഇവിടെ ATSൻ്റെ കണ്ടെത്തലുകളാണ് ഈ പ്രഗ്യാ സിംഗ് ഠാക്കൂറിൻ്റെ മോട്ടോ ബൈക്കിലാണ് ഈ സ്ഫോടക വസ്തുക്കൾ നിറച്ചു വെച്ചത് എന്ന്. പക്ഷേ NIA അന്വേഷണം ഏറ്റെടുത്തപ്പോൾ തന്നെ അവർ ഈ ഒരു സംഗതി അത് തള്ളിക്കളഞ്ഞിരുന്നു അല്ലേ? ആലിനമ്പേ, ഇതിനകത്ത് NIAയുടെ അന്വേഷണം എത്തുന്ന ഘട്ടത്തിലാണ് ഇതിൽ കുറച്ച് കാര്യങ്ങൾ, വസ്തുതകൾ പുറത്തേക്ക് വരുന്നത്. കാരണം ATSനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അന്വേഷണത്തിൽ പിഴവുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന വിമർശനം നേരത്തെ തന്നെ ആ കാലഘട്ടത്തിൽ ഉയർന്നു വന്നതാണ്. മാത്രമല്ല, ഇന്നിപ്പോൾ കോടതി തന്നെ ഈ വിധിപ്രസ്താവം വായിക്കുന്ന സമയത്ത് ഇതിൻ്റെ അന്വേഷണത്തിനകത്ത് പിഴവുകൾ സംഭവിച്ചു എന്നത് സംബന്ധിച്ചുള്ളൊരു നിരീക്ഷണം കോടതിയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് നമുക്കറിയാവുന്നതുപോലെ ഈ കാവ്യ ഭീകരത എന്നൊരു ടേം കോയിൻ ചെയ്തെടുക്കുന്നത് ശരിക്കും കോൺഗ്രസിൻ്റെ അന്നത്തെ UPA സർക്കാരിൻ്റെ ഭരണകാലത്താണ്. ആ ഒരു സമയം, 1ാം UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം, പ്രത്യേകിച്ച് ഈ സന്യാസിമാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു കാര്യമായിട്ടൊരു പ്രവർത്തനം ആ സമയത്ത് നടക്കുന്നുണ്ടായിരുന്നു. ഈ ആദി ശങ്കരാചാര്യരെ പോലും, അതായത് കാഞ്ചി കാമകോടി മഠത്തിൻ്റെ അധിപനായ ജയേന്ദ്ര സരസ്വതിയെ അറസ്റ്റ് ചെയ്ത സംഭവം തന്നെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും അവസാന വാക്കായി കണക്കാക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളിൽ ഒരാളാണ്. സ്വാഭാവികമായിട്ടും 4 മഠങ്ങളുണ്ട്, അതിൽ ശങ്കരാചാര്യർക്ക് അത്രത്തോളം വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. അപ്പോൾ 1ാം UPA സർക്കാരിൻ്റെ കാലത്ത് ശങ്കരാചാര്യരെ പോലും ജയിലിലേക്ക് അടയ്ക്കുന്നൊരു സാഹചര്യം അന്നത്തെ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു എന്ന വസ്തുത നമ്മൾ ഓർക്കണം. അതുകൂടാതെ ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന മലേഗാവ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പ്രഗ്യാ സിംഗ് ഠാക്കൂർ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു സന്യാസി സ്വാമി അസീമാനന്ദ്, അദ്ദേഹം പശ്ചിമ ബംഗാളിൽ ജനിച്ച് പിന്നീട് വനവാസി കല്യാണാശ്രമത്തിൻ്റെ വളരെ സജീവ പ്രവർത്തകനായി നിന്നുകൊണ്ട് കൺവേർഷനെയും മറ്റ് ഈ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങളെയും ഒക്കെ എതിർക്കുന്ന മറ്റൊരു സന്യാസിയാണ്. അദ്ദേഹത്തെയും ഈ സംജോത എക്സ്പ്രസ്, അതുപോലെ തന്നെ മക്ക മസ്ജിദ് സ്ഫോടനം, ഇത്തരം കേസുകളിൽ പ്രതി ചേർക്കാനുള്ളൊരു ശ്രമം നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ 1ാം UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തുടർച്ചയായി ഈ സന്യാസിമാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു പ്രവർത്തനം ഭരണകൂടത്തിൻ്റെ പിന്തുണയോടുകൂടി തന്നെ ഉണ്ടായി എന്ന വിമർശനം ആ കാലത്ത് വളരെ ശക്തമായിരുന്നു. പ്രത്യേകിച്ച് ദേശീയ പ്രസ്ഥാനങ്ങൾ അത്തരം വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളതാണ്. ഇന്നത്തെ കോടതി വിധി അതിനെ തീർച്ചയായിട്ടും ശരിവെക്കുന്നതാണ്. മഹാരാഷ്ട്ര ATSൻ്റെ കണ്ടെത്തലുകൾ പൊള്ളയായിരുന്നു, അതിന് ഒരു അടിസ്ഥാനവുമില്ല എന്ന് ഒരിക്കൽ കൂടി NIA കോടതിയും അടിവരയിടുന്നു. നേരത്തെ അസീമാനന്ദിൻ്റെ കാര്യം പറഞ്ഞു, അദ്ദേഹത്തെയും വിവിധ കേസുകളിൽ, സംജോത എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള കേസുകളിൽ അദ്ദേഹത്തെയും കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഉത്തരം പറയേണ്ടത് ശരിക്കും കോൺഗ്രസിൻ്റെ നേതൃത്വമാണ്. പ്രത്യേകിച്ച് അന്ന് നമ്മുടെ രാജ്യത്ത് ഭരണത്തിലിരുന്ന അന്നത്തെ ആഭ്യന്തരമന്ത്രിമാരും അന്ന് ഈ ഹിന്ദു ഭീകരത എന്ന പദപ്രയോഗം ആദ്യമായി കോയിൻ ചെയ്തെടുത്ത ദിഗ്വിജയ് സിംഗും കമൽനാഥും സുശീൽ കുമാർ ഷിൻഡെയും ഒക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഈ വിഷയത്തിൽ കൃത്യമായി അന്ന് അവരെടുത്ത നിലപാടുകളെ പറ്റിയുള്ള വിശദീകരണം നൽകേണ്ടത്. ഗൗതം, ചിദംബരത്തിൻ്റെ പേര് കൂടി അതിൽ ഉൾപ്പെടുത്തേണ്ടതാണ് എന്ന് തോന്നുന്നു അല്ലേ? ആഭ്യന്തരമന്ത്രി എന്ന ചിദംബരം ഇതിൻ്റെ മാസ്റ്റർ മൈൻഡ്, അതായത് ഇങ്ങനെ ഈ കാവ്യ ഭീകരത എന്ന ഒരു 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 സംജ്ഞ തന്നെ കൊണ്ടുവന്ന് രൂപപ്പെടുത്തി സന്യാസിനിമാരെ, അതുപോലെ സന്യാസി വര്യരെ ഒക്കെ അറസ്റ്റ് ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെട്ടു എന്ന് സ്ഥാപിക്കാൻ, കള്ളത്തെളിവുകൾ ഉണ്ടാക്കി സ്ഥാപിക്കാൻ അക്ഷീണം പ്രവർത്തിച്ചവരുടെ കൂട്ടത്തിൽ അന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചിദംബരം കൂടി ഉണ്ടായിരുന്നില്ലേ? തീർച്ചയായിട്ടും പി ചിദംബരം, അതുപോലെ തന്നെ സുശീൽ കുമാർ ഷിൻഡെ, ദിഗ്വിജയ് സിംഗ്, ഇത്തരം ആളുകളുടെ അവരാണ് തുടർച്ചയായി ഇത്തരം പദപ്രയോഗങ്ങൾ ആ കാലഘട്ടങ്ങളിൽ ഈ കാവ്യ ഭീകരത എന്നൊന്ന് തൊടുത്തു വിട്ടിരുന്നത്. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണമായി പൊതുവെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് ഈ 1ാം UPA സർക്കാരിൻ്റെ കാലഘട്ടങ്ങളിൽ ഏറ്റവും അധികം ഭീകരാക്രമണങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാകുന്നത് 1-2 UPA സർക്കാരിൻ്റെ കാലത്താണ്. പ്രത്യേകിച്ച് 1ാം UPA സർക്കാരിൻ്റെ കാലത്ത് നമ്മുടെ പ്രധാനപ്പെട്ട നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്ലാമിക ഭീകരവാദികൾ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാഷണൽ ക്യാപിറ്റൽ ഡൽഹിയിൽ തന്നെ ഏതാണ്ട് 5 സ്ഫോടനങ്ങൾ 1ാം UPA സർക്കാരിൻ്റെ കാലത്ത്, അതായത് 5 വർഷത്തിനിടയിൽ 5 സ്ഫോടനങ്ങൾ ഇസ്ലാമിക് ഗ്രൂപ്പുകൾ ഡൽഹിയിൽ നടത്തുകയാണ്.
നമ്മുടെ വാണിജ്യ തലസ്ഥാനമായ മുംബൈയിലേക്ക് പോയി കഴിഞ്ഞാൽ 3 ഭീകരാക്രമണങ്ങൾ, അതിൽ 2008 നവംബർ മാസത്തിലെ അതിഭീകരമായ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ മുഴുവൻ ചോദ്യം ചെയ്തുകൊണ്ടുള്ള വലിയ ഭീകരാക്രമണം, അതുകൂടാതെ 2 സ്ഫോടനങ്ങൾ കൂടി ഈ 5 വർഷത്തിനിടയിൽ ഉണ്ടായി. വാരണാസി പോലെയുള്ള നമ്മുടെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങൾ, അയോധ്യയിലെ രാമജന്മഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, RSSൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഭീകരവാദികൾ ഇരച്ചെത്തുന്നു. അപ്പോൾ 5 വർഷക്കാലത്തിനിടയിൽ തുടർച്ചയായി UPA ഭരണത്തിൽ ഇസ്ലാമിക് ഗ്രൂപ്പുകൾ തുടർച്ചയായി ഒരു ഭാഗത്ത് വലിയ ആക്രമണങ്ങൾ നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിന് പകരം മറുഭാഗത്ത് ഹൈന്ദവ സംഘടനകളും അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനങ്ങളും ഇത് ചെയ്യുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാനാണ് ഈ ഹിന്ദുത്വ ഭീകരത എന്ന പദപ്രയോഗം തന്നെ ഇവർ രൂപപ്പെടുത്തിയത് എന്നത് അന്നു മുതലേ ഉള്ളൊരു വിമർശനമാണ്. കാരണം അതിന് ഒരു തരത്തിലുമുള്ള തെളിവുകളോ അത് സ്ഥാപിക്കാനോ കോൺഗ്രസിൻ്റെ ഭരണകാലഘട്ടത്തിൽ പോലും അവർക്ക് സാധിച്ചിരുന്നില്ല. ഇന്നത് NIA ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തിൽ അക്കാര്യം തെളിഞ്ഞിട്ടില്ല. രാജ്യത്തെ പ്രധാനപ്പെട്ട കോടതികൾ അത് തള്ളിക്കളയുകയാണ്. അപ്പോൾ ആ കാലത്ത് പ്രധാനമായും ഉയർന്നു വന്ന വിമർശനം എന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിക് ഗ്രൂപ്പുകൾ വലിയ തോതിലുള്ള ഭീകരാക്രമണങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടത്തുമ്പോൾ മുസ്ലിം ഭീകരവാദം മാത്രമല്ല നമ്മുടെ രാജ്യത്തുള്ളത്, ഭൂരിപക്ഷ ഹിന്ദുക്കളും അത്തരത്തിൽ ആയുധമെടുത്ത് പ്രശ്നങ്ങൾ രാജ്യത്തിനെതിരെ സൃഷ്ടിക്കുന്നുവെന്ന് വരുത്തി തീർക്കുവാൻ വലിയ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ ഭാഗമാണ് സംജോത എക്സ്പ്രസ് ആണെങ്കിലും ഈ കാണുന്ന മലേഗാവ് സ്ഫോടനമൊക്കെ ആണെങ്കിലും നമുക്ക് ആ രീതിയിൽ മാത്രമേ വിലയിരുത്താൻ പറ്റുള്ളൂ.